അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവനരാത്രിയിതാ ദിവ്യകാരുണ്യമാ യേശു എൻ ജീവനെ തേടിയെത്തും പാവന സുന്ദര രാത്രി ദാവീദിൻ സോനുവേ പാപിയാം എന്നെ നീ അലിവാൽ തൊടണേ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹമൊഴുകും അസുലഭ സുന്ദര പാവന രാത്രിയിതാ അനുഗ്രഹരാത്രി അനുഗ്രഹരാത്രി. കർത്താവിൽ നമുക്ക് പൂർണ്ണമായും ആശ്രയം വയ്ക്കാം. സങ്കീർത്തകൻ ചോദിക്കുന്നു, കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ്, ഞാൻ ആരെ ഭയപ്പെടണം? കർത്താവിൻ്റെ ജീവിതത്തിന് കോട്ടയാണ്, ഞാൻ ആരെ പേടിക്കണം? കർത്താവേ, ഓരോ നിമിഷവും അങ്ങ് എന്തുമാത്രം വലിയ സംരക്ഷണവും കരുതലുമാണ് എനിക്ക് നൽകുന്നത്. കോട്ട കെട്ടി എന്നെ സംരക്ഷിക്കുന്നു, പ്രകാശത്തിലൂടെ കൈപിടിച്ചെന്നെ നയിക്കുന്നു. അന്ധകാരത്തിൻ്റെ ഇരുൾക്കുടിയിൽ വീണു പോകാതെ, പാപത്തിൻ്റെ കെട്ടിൽ വീണു പോകാതെ എന്നെ കാത്തു പരിപാലിക്കുന്ന ഒരു ദൈവം എൻ്റെ കൂടെയുണ്ട്. കോട്ട കെട്ടി സംരക്ഷിക്കുന്ന കർത്താവ് എൻ്റെ ഇടയനാണ്. നമുക്ക് ആ കർത്താവിനെ ഒന്ന് ചേർന്ന് സ്തുതിച്ച് ആരാധിച്ച് മഹത്വപ്പെടുത്താം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എൻ്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഒന്നുമില്ലായ്മയിൽ നിന്നുമെന്നെ കൈപിടിച്ചു നടത്തുന്ന സ്നേഹം, എന്റെ വല്ലായ്മകൾ കണ്ടിട്ടെന്നും ആ നെഞ്ചോടു ചേർക്കുന്ന സ്നേഹം. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും? എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുന്നിൽ കാഴ്ച നൽകിയിടും. ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും? എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുന്നിൽ കാഴ്ച നൽകിയിടും. കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നമുക്ക് രുചിച്ചറിയാം. കർത്താവിൻ്റെ സാന്നിധ്യം സ്നേഹത്തോടു കൂടി നമുക്ക് തിരിച്ചറിയാം. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. ഇന്നലകൾ തന്ന വേദനകൾ നിൻ സ്നേഹമാണെന്നറിഞ്ഞില്ല ഞാൻ. നിൻ സ്വന്തമാക്കുവാൻ, മാറോടു ചേർക്കുവാൻ
എന്നെ ഒരുക്കുകയായിരുന്നു. നിൻ സ്വന്തമാക്കുവാൻ മാറോട് ചേർക്കുവാൻ എന്നെ ഒരുക്കുകയായിരുന്നു. ദൈവസ്നേഹമെത്ര സുന്ദരം, ഇത്ര നല്ല ദൈവത്തോടു ഞാൻ എന്തു ചെയ്തു നന്ദി ചൊല്ലിടും. എന്റെ കൊച്ചു ജീവിതത്തെ ഞാൻ നിന്റെ മുന്നിൽ കാഴ്ച നൽകിയിടും. ഈശോമിശിഹായിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, മത്തായി സുവിശേഷത്തിന്റെ 24-ാമത്തെ അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. യേശു ദേവാലയം വിട്ടു പോകുമ്പോൾ ദേവാലയത്തിൻ്റെ പണികൾ അവന് കാണിച്ചു കൊടുക്കുവാൻ ശിഷ്യന്മാർ അടുത്തെത്തി. അവൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം കാണുന്നുവല്ലോ. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവിടെ കല്ലിനുമേൽ കല്ല് ശേഷിക്കാതെ എല്ലാം തകർക്കപ്പെടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജെറുസലേം ദേവാലയത്തിൻ്റെ വലിയൊരു തകർച്ചയെക്കുറിച്ച് ഈശോ പറയുകയാണ്. യഹൂദരുടെ ഏറ്റവും വലിയ പ്രതീക്ഷയുടെയും ദൈവസാന്നിധ്യത്തിൻ്റെയും ഇടമാണ് ജെറുസലേം ദേവാലയം. ഈ ജെറുസലേം ദേവാലയത്തെക്കുറിച്ച് വളരെ മനോഹരമായ ഒരു ഐതിഹ്യമുണ്ട്. ഐതിഹ്യം ഇങ്ങനെയാണ്: ഈ ജെറുസലേം ദേവാലയം പണിയപ്പെടുന്നതിന് മുൻപ് ആ ദേവാലയം പിന്നീട് പണിതുയർത്തപ്പെട്ട സ്ഥലത്ത് ഒരു കുടുംബമുണ്ടായിരുന്നു. ആ കുടുംബത്തിൽ ഒരു ചേട്ടനും അനുജനും ഉണ്ടായിരുന്നു. രണ്ടുപേരും വളരെ സന്തോഷത്തോടു കൂടി ജീവിക്കുന്ന കുടുംബം. അനുജൻ വിവാഹം കഴിച്ചു. അവൻ മറ്റൊരു കുടുംബം വെച്ച് തൊട്ടടുത്ത് താമസിക്കുകയാണ്. ജ്യേഷ്ഠൻ അവിവാഹിതനായി നിലനിൽക്കുകയാണ്. വർഷങ്ങൾ മുന്നോട്ട് പോയി. രണ്ടുപേരും അവരുടെ കൃഷിയിടങ്ങളിൽ ജോലി ചെയ്യും, സന്തോഷത്തോടെ തിരിച്ചു വരും, പരസ്പര സ്നേഹങ്ങൾ പങ്കുവയ്ക്കും. രണ്ട് കുടുംബമായിട്ട് അവർ ജീവിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ദിവസം ഈ അനുജൻ ഇങ്ങനെ ചിന്തിച്ചു: എനിക്ക് ജീവിത പങ്കാളിയുണ്ട്, എനിക്ക് മക്കളുണ്ട്, എനിക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ എൻ്റെ കുടുംബത്തിൽ പങ്കുവെച്ച് സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. കുറെ കഴിയുമ്പോൾ ഞാൻ രോഗിയായി തീർന്നാൽ, ഞാൻ വാർദ്ധക്യത്തിലെത്തിയാൽ എന്നെ നോക്കാൻ പരിചരിക്കാൻ എനിക്ക് എൻ്റെ മക്കളുണ്ട്. പക്ഷേ എൻ്റെ ചേട്ടനെ നോക്കിക്കേ, പാവം, എൻ്റെ ചേട്ടൻ ഒറ്റയ്ക്കാണ്. എൻ്റെ ചേട്ടൻ ആരുമില്ല. ഒരുപക്ഷെ വാർദ്ധക്യത്തെത്തി കഴിയുമ്പോൾ അദ്ദേഹത്തെ പരിചരിക്കാനോ ശുശ്രൂഷിക്കാനോ ആരുമില്ലാതെ വന്ന് ഒറ്റപ്പെട്ടു പോകുമല്ലോ എന്നൊരു ചിന്ത ഈ അനുജന് ചേട്ടനെ കുറിച്ചുണ്ടായി. അപ്പോൾ അനുജൻ ഇങ്ങനെ തീരുമാനിച്ചു: എൻ്റെ ചേട്ടന് ഒറ്റയ്ക്കായതുകൊണ്ട്, സ്വന്തം ആവശ്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കേണ്ടത് കൊണ്ട്, ഞാൻ എൻ്റെ മെതിക്കളത്തിൽ നിന്ന് ഒരു കറ്റയെടുത്ത് ആരും അറിയാതെ രാത്രിയിൽ എൻ്റെ ജ്യേഷ്ഠൻ്റെ മെതിക്കളത്തിൽ കൊണ്ടുപോയിടും. അദ്ദേഹം ഒരു സമയം തീരുമാനിച്ചു. രാത്രി എല്ലാവരും ഉറങ്ങി കഴിയുമ്പോൾ 12 മണിയാകുമ്പോൾ അത് കൊണ്ടുപോയിടാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ ദിവസങ്ങളോളം, മാസങ്ങളോളം, വർഷങ്ങളോളം ഈ പ്രവൃത്തി അദ്ദേഹം തുടർന്നുകൊണ്ടിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം ഈ ചേട്ടൻ ഇങ്ങനെ തീരുമാനിച്ചു: ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതി. പാവം എൻ്റെ അനുജൻ, അവന് നോക്കിക്കേ എന്തുമാത്രം ഉത്തരവാദിത്തങ്ങളാണ്. ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരുടെ ആരോഗ്യം, അവരുടെ പരിചരണം, എന്തുമാത്രം എൻ്റെ അനുജൻ കഷ്ടപ്പെടുന്നു. ആ ജ്യേഷ്ഠൻ ഇങ്ങനെ തീരുമാനിച്ചു: അവൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ട് മടുക്കുകയല്ലേ, ഞാൻ എന്തുമാത്രം സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ അനുജന് ഒത്തിരിയേറെ ആവശ്യങ്ങളുള്ളത് കൊണ്ട് എൻ്റെ മെതിക്കളത്തിൽ നിന്ന് ഒരു കറ്റയെടുത്ത് ഞാൻ എൻ്റെ അനുജന്റെ മെതിക്കളത്തിൽ കൊണ്ടുപോയിടുമെന്ന് തീരുമാനിച്ചു. അദ്ദേഹം അതിനൊരു സമയം തീരുമാനിച്ചു. രാത്രി 12 എല്ലാ അനുജൻ ഉറങ്ങിക്കഴിയുമ്പോൾ ഞാൻ എൻ്റെ ഈ പ്രവൃത്തി ചെയ്യും. അനുജൻ ഈ കാര്യം പറഞ്ഞില്ല. ജ്യേഷ്ഠൻ തൻ്റെ മെതിക്കുളത്തിൽ കൊണ്ടുപോയി കറ്റയിടുന്ന കാര്യം അനുജൻ കറ്റ കൊണ്ടുപോയി തൻ്റെ മെതിക്കളത്തിലിടുന്ന കാര്യം ജ്യേഷ്ഠനോ അറിഞ്ഞില്ല. വർഷങ്ങൾ ഈ പ്രവൃത്തി തുറന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഇതിന്റെ ടൈമിംഗ് ഒരല്പം തെറ്റിപ്പോയി. അനുജൻ തൻ്റെ മെതിക്കളത്തിൽ നിന്നൊരു കറ്റയുമായി ജ്യേഷ്ഠന്റെ മെതിക്കളത്തിലേക്ക് പോകുമ്പോൾ
വഴിയിൽ വെച്ച് ജ്യേഷ്ഠൻ തന്റെ മെതിക്കടത്ത് ഒരു കറ്റയുമായി അനുജന്റെ മെതിക്കടത്തിലേക്ക് വരികയാണ്. അവർ വഴിയിൽ വെച്ച് കണ്ടുമുട്ടി. ചേട്ടൻ അനുജനോട് ചോദിച്ചു, നീ എങ്ങോട്ടാണ്? അനുജൻ ചേട്ടനോട് ചോദിച്ചു, ചേട്ടൻ എങ്ങോട്ടാണ്? അവർക്ക് കാര്യം മനസ്സിലായി. അവർ രണ്ടുപേരുടെയും കയ്യിലിരുന്ന കറ്റകൾ നിലത്ത് വെച്ച് ഈ ജ്യേഷ്ഠനും അനുജനും ഗാഠമായി ചുംബിച്ച് പരസ്പരം സ്നേഹം പങ്കുവച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജ്യേഷ്ഠനനുജന്മാരുടെ ഈ വലിയ സ്നേഹത്തിന്റെ, ഈ വലിയൊരു ഐക്യത്തിന്റെ, ഈ കൂട്ടായ്മയുടെ ഇടത്താണ് ദേവാലയം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. എവിടെ മനുഷ്യരെ ഹൃദയം കൊണ്ടൊന്നാകുന്നുവോ, എവിടെ സ്നേഹം കൊണ്ടൊന്നാകുന്നുവോ, അവിടെ ദേവാലയം പടുത്തുയർത്തപ്പെടും. അങ്ങനെയാണെങ്കിൽ ആരാണ് നമ്മുടെ ദേവാലയങ്ങൾ തകർത്ത് കളയുന്നത്? ഈശോ പറയുകയാണ്, കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ ഈ ദേവാലയം തകർക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, എവിടെ ഹൃദയൈക്യം നഷ്ടപ്പെട്ടു പോകുന്നുവോ, എവിടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നുവോ, അവിടെ നമ്മുടെ ദേവാലയങ്ങൾ തകർന്നു പോകും. കുടുംബം ഒരു ദേവാലയമായിട്ട് മാറും. ഭാര്യാഭർത്താക്കന്മാര്, മാതാപിതാക്കന്മാര്, മക്കള്, സഹോദരങ്ങള് സ്നേഹത്തിലും ഐക്യത്തിലും കൂട്ടായ്മയിലുമാണെങ്കിൽ തീർച്ചയായും കുടുംബം ഒരു ദേവാലയമായിട്ട് മാറും. ആ ദേവാലയത്തിലെ ഓരോ അംഗങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തരും മാറും. പ്രിയപ്പെട്ടവരെ, നമുക്ക് ആത്മശോധന ചെയ്യാം. ഈ ഒരു ദിവസം എൻ്റെ സംസാരം കൊണ്ടോ, എൻ്റെ ഇടപെടൽ കൊണ്ടോ, എൻ്റെ സാന്നിധ്യം കൊണ്ടോ, എൻ്റെ പ്രവൃത്തികൾ കൊണ്ടോ, എൻ്റെ സംസാരം കൊണ്ടോ ഏതെങ്കിലും തരത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് ഞാനൊരു വേദന സമ്മാനിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവേ, അങ്ങയുടെ തിരുമുമ്പിൽ ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. കർത്താവേ, സ്നേഹം കൊണ്ട് ഒരു വീട് പണിയാൻ, ഒരു കൂട്ടായ്മ ഉണ്ടാക്കാൻ, അങ്ങയുടെ തിരുസാന്നിധ്യം അനുഭവിക്കുവാൻ എന്നെ അനുഗ്രഹിക്കണമേ, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ മുമ്പിൽ പ്രാർത്ഥിച്ച് പാടി പ്രാർത്ഥിക്കാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. രണ്ടോ മൂന്നോ പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുന്നവരുടെ മധ്യേ ഞാനുണ്ട്. സ്നേഹത്തിന്റെ കുടുംബത്തിൽ കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യമുണ്ട്. ഞങ്ങളുടെ സഹോദരി കൂട്ടായ്മകളിൽ അങ്ങയുടെ തിരുസാന്നിധ്യമുണ്ട്. ഭാര്യാഭർത്തൃ കൂട്ടായ്മയിൽ അങ്ങയുടെ തിരുസാന്നിധ്യമുണ്ട്. മാതാപിതാക്കന്മാരും മക്കളും ഒരുമിച്ച് സന്തോഷത്തിലായിരിക്കുമ്പോൾ അങ്ങയുടെ സാന്നിധ്യം, സ്നേഹ സാന്നിധ്യം ആ കുടുംബത്തിലുണ്ട്. കുടുംബത്തെ സമർപ്പിച്ച് ആഗ്രഹിച്ചുകൊണ്ട്, ഈശോയുടെ സാന്നിധ്യം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവത്തോടനുവാദം ചോദിക്കണം, ദൈവത്തിൻ ഹിതം തിരിച്ചറിയണം. ദൈവത്തിൽ ദൃഢമായ വിശ്വാസത്താലെ അടിത്തറ നന്നായി പണിയേണം. ത്യാഗത്തിൻ ഭിത്തികൾ ഉയർത്തേണം, ക്ഷമ കൊണ്ടു മേൽപ്പുര ഒരുക്കേണം. പരസ്പര സ്നേഹത്തിൻ വെട്ടം നിറയ്ക്കാൻ വാതായനങ്ങൾ തുറക്കേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം.
കർത്താവ് അനുഗ്രഹമായി നൽകിയിരിക്കുന്ന നിന്റെ കുടുംബത്തെ, നിന്റെ ഭവനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, എന്റെ ഭവനത്തിന്റെ 4 അതിരുകളിലും സംരക്ഷണത്തിന്റെ കോട്ട കെട്ടി എല്ലാവിധ നാരകീയ ശക്തികളിൽ നിന്നും അന്ധകാര ശക്തികളിൽ നിന്നും എന്റെ കുടുംബത്തെയും കുടുംബത്തിലുള്ളവരെയും സംരക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യം നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങളിൽ പിശാച് വിതച്ചിരിക്കുന്ന വെറുപ്പിന്റെ, ഭിന്നതയുടെ, അകൽച്ചയുടെ, പരസ്പരം പഴിചാരുന്നതിന്റെ, കുറ്റം പറയുന്നതിന്റെ പൈശാചിക സാന്നിധ്യം എന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുപോകണമേ എന്ന് ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. വീടിനു മോടി പകർന്നിടുവാൻ വിശുദ്ധിതൻ വെഞ്ചായം പൂശേണം. പരിശുദ്ധാത്മാവിൻ ദാനഫലങ്ങൾ തൻ തിരുനാളം വീട്ടിൽ പ്രകാശിക്കേണം. മദനങ്ങളും പണിയേണം. സഹനത്തിൻ മണലതിൽ വിരിച്ചിടണം. വീടിന്റെ ഉള്ളിലും മുറ്റത്തും തൊടിയിലും പ്രാർത്ഥന സൗരഭ്യം ഒഴുകേണം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. പാപം കൊണ്ട് മലിനമാകാതെ ഹൃദയവിശുദ്ധിയുള്ളവരെ കൊണ്ട് എന്റെ ഭവനത്തെ നിറയ്ക്കണമേ. ധന്യവാനായ കർത്താവേ, ഈ ഭവനത്തിലുള്ള ഓരോരുത്തരുടെയും പേരിന് കാരണീഭൂതരായിരിക്കുന്ന കാവൽമാലാഖമാരുടെ വലിയ സംരക്ഷണം ഈ ഭവനത്തിന് നൽകണമേ. മിഖായേൽ, റഫായേൽ മാലാഖമാരുടെ ശക്തമായ സാന്നിധ്യവും പിശാചിനെ വെല്ലുന്ന ധീരമായ സാന്നിധ്യവും നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം, ദൈവസ്നേഹം കൊണ്ടൊരു വീട് പണിയാം. ഞങ്ങളുടെ സാന്നിധ്യം നൽകണമേ. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. അങ്ങയുടെ സാന്നിധ്യത്താൽ അഭിഷേകം ചെയ്യണമേ. സ്നേഹം കൊണ്ടൊരു വീട് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇറങ്ങി വരട്ടെ. ദൈവം സ്ഥാപിച്ച തിരുക്കുടുംബം പോൽ സ്നേഹം കൊണ്ടൊരു വീട് പണിയാം. അന്ധകാര ശക്തികൾ നിർവീര്യമാകത്തക്ക രീതിയിലൂടെ കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ അഭിഷേകം നൽകി ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ പൈശാചിക വീടുകൾ വിട്ടുപോകട്ടെ. ധന്യവാനായ കർത്താവേ, അങ്ങ് ഈ നിമിഷം വരെ ഈ ഭവനത്തിൽ നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ ഓർത്ത്, സംരക്ഷണത്തെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹാന്തരീക്ഷം നഷ്ടപ്പെട്ടു പോയ നിമിഷങ്ങളുണ്ട്. വലിയ അപകടങ്ങളിലേക്ക് കുടുംബ ബന്ധങ്ങൾ തകർന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാറ്റിലും കോളിലും ആടി ഉലയുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കർത്താവേ, വീണു പോകാതെ, പൊട്ടിത്തകർന്നു പോകാതെ ഇഴകൾ കൂട്ടി വിളക്കി അങ്ങയുടെ കുടുംബത്തെ സംരക്ഷിക്കുന്നതിനെ ഓർത്ത് ഈശോയെ നന്ദി പറയുന്നു. ഈ നിമിഷം അങ്ങ് എനിക്കും എൻ്റെ കുടുംബത്തിന് നൽകിയിരിക്കുന്ന അനുഗ്രഹത്തെ ഓർത്ത് നന്ദി പറയുന്നു. സ്നേഹം നഷ്ടപ്പെട്ടു പോകാതെ അങ്ങയുടെ തിരുസാന്നിധ്യം എനിക്ക് നൽകിയല്ലോ. പരിശുദ്ധ അമ്മയുടെ സജീവമായ സാന്നിധ്യം എൻ്റെ കുടുംബത്തിന് നൽകിയല്ലോ. കാനായിലെ കല്യാണ വീട്ടിൽ വലിയ സന്തോഷത്തിന്റെ അനുഭവത്തിൽ അതിഥികൾക്കുള്ള വീഞ്ഞു തീർന്നു പോയപ്പോൾ പെട്ടെന്ന് ദുഃഖത്തിന്റെ, നിരാശയുടെ, വേദനയുടെ കാർമേഘം ആ ഭവനത്തെ ചൂട് നിന്നപ്പോൾ
പരിശുദ്ധ അമ്മ അവരുടെ വേദനയിൽ, അവരുടെ ഒറ്റപ്പെടലിൽ, വലിയൊരു അപമാനത്തിൽ അമ്മ ഇടപെട്ട് മകനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. അമ്മേ, മാതാവേ, എൻ്റെ കുടുംബത്തിൽ പരിശുദ്ധാത്മാഭിഷേകത്തിന്റെ ലഹരി നഷ്ടപ്പെട്ടു പോകുമ്പോൾ, ദൈവസ്നേഹത്തിന്റെ ലഹരി നഷ്ടപ്പെട്ടു പോകുമ്പോൾ അമ്മ തിരിച്ചറിഞ്ഞ് എൻ്റെ കുടുംബത്തിന് സംരക്ഷകയായി, എൻ്റെ കുടുംബത്തിന് മധ്യസ്ഥയായി നിൽക്കണമേ, ദിവികാനത്തിന് മുമ്പിൽ മധ്യസ്ഥയായി നിൽക്കണമേ എന്ന് ഞാനിതാ പ്രാർത്ഥിക്കുന്നു. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ കുടുംബം ഒന്നു ചേർന്ന് ഈ സമയത്ത് ആരാധിക്കട്ടെ. ആരാധിക്കുമ്പോൾ വിടുതൽ ലഭിക്കും, ആരാധിക്കുമ്പോൾ സൗഖ്യം ലഭിക്കും, ആരാധിക്കുമ്പോൾ പൈശാചിക പീഡകൾ യേശുനാമത്തിൽ വിട്ടുപോകും, അന്ധകാര ശക്തികൾ നിർവീര്യമാകും. യേശുവിൻ്റെ വലിയ പ്രകാശം കൊണ്ട് നിന്റെ കുടുംബത്തിൻ്റെ പൂർണ്ണമായും വലയം ചെയ്യുന്ന അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കും. ആഗ്രഹിച്ചുകൊണ്ട് ദിവ്യകാരൻ ഈശോയെ നമുക്ക് ആരാധിച്ച് കുടുംബാംഗങ്ങൾ ഒന്നു ചേർന്ന് ഈ സമയത്ത് പാടി പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് ഏതെങ്കിലും തരത്തിലുള്ള പൈശാചിക പീഡയോ ബന്ധനമുണ്ടെങ്കിൽ ആ ബന്ധനം വിട്ടുപോകാൻ ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കട്ടെ. ആരാധനയ്ക്ക് യോഗ്യനേ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്കു യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ഈശോയ്ക്ക് തന്നെ നോക്കി ആരാധിക്കട്ടെ. കർത്താവ് നൽകിയിരിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ആരാധിക്കട്ടെ. ആരാധനയ്ക്ക് എന്നും യോഗ്യനായ കർത്താവ്, സ്തുതികളിൽ വാഴുന്ന കർത്താവ്, മാലാഖവൃന്ദങ്ങളുടെ അനവരതമായ സ്തുതികളിൽ ആനന്ദിക്കുന്ന കർത്താവ്. കർത്താവേ, അങ്ങയുടെ സാന്നിധ്യത്താൽ എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് അങ്ങയെ സ്തുതിച്ച് ആരാധിക്കുന്നു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി, പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ, നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. അവിടുത്തെ ആരാധിക്കാം. ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനെ, ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധിക്കും. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു.
നീണം തന്നു പാപത്തിൻ കറ പോക്കി, പാവന നീണം തന്നു പാപത്തിൻ കറ പോക്കി. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.